ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കടമയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഒരു രീതി, ഭാര്യയും മക്കളും കുടുംബവും രക്ഷപ്പെടാൻ അവരെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം ഉപേക്ഷിച്ച്, എന്നുവെച്ചാൽ നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന പലരെയും നമുക്ക് കാണാം. എന്തിനാണത്? ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും സുഖമായി ജീവിക്കാൻ, അവർക്ക് വീട് വയ്ക്കാൻ, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ, മക്കളെ കെട്ടിച്ചയക്കാൻ, അവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അറിയിക്കാതെ അവർക്ക് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി ഗൾഫ് മണലാരണ്യത്തിൽ കഠിനാധ്വാനം ചെയ്ത് നാട്ടിലേക്ക് ആവശ്യമായ മുഴുവനും കൊടുത്തയക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. 977 ശേഷം വടക്കേ മലബാറിന്റെ ചിത്രം തന്നെ മാറിയത് ഈ രൂപത്തിൽ ഗൾഫിലേക്ക് ജോലിക്ക് പോയി തുടങ്ങിയത് മുതൽക്കാണ്. ജീവിതം തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. വീടുകളിലും ജീവിത രീതികളിലും എല്ലാറ്റിലും സമൂലമായ മാറ്റം. നാടും നഗരവും പട്ടണങ്ങളും എല്ലാം മാറിപ്പോയി. 10-40 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ച് അധ്വാന ഫലം മൊത്തം നാട്ടിലേക്ക് അയച്ച് ഇനി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ശിഷ്ടം വരുന്ന ജീവിതം ഭാര്യയോടൊന്നിച്ച് മക്കളോടൊന്നിച്ച് നാട്ടിൽ കഴിയണം എന്ന ഉദ്ദേശത്തോടെ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ആരോഗ്യം മൊത്തം തീർന്ന് വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള എത്രയെത്ര പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ പരമാവധി സമ്പാദിച്ചത് മുഴുവനും കൊണ്ടുവരും. പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇത്രയും കാലം ഗൾഫിൽ താമസിച്ചപ്പോൾ അവർ സമ്പാദിച്ചതും ഉപയോഗിച്ചതും എല്ലാം സ്വരൂപിച്ച് 1-2 പെട്ടികളിലാക്കി നാട്ടിലേക്ക് തിരിച്ചു വരും. പ്രതീക്ഷയോടുകൂടി നാട്ടിലെത്തുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും എന്തായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാവുക? ഇത്രയും കാലം ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയ, സൗകര്യപ്രദമായ വീട് വെച്ച് നൽകിയ, ആവശ്യത്തിന് വാഹനം വാങ്ങിച്ചു തന്ന, ഞങ്ങളുടെ എല്ലാവിധ സുഖജീവിതത്തിലും ആവശ്യമായ സർവവും നൽകിയ, അവസാനം ആരോഗ്യം ക്ഷയിച്ച്
എല്ലും തോലുമായി തിരിച്ചു വന്ന ഉപ്പയായിരിക്കുമോ മക്കൾക്ക് വേണ്ടി വരുന്നത്, അതോ ഉപ്പ കൊണ്ടുവന്ന സാധനങ്ങൾക്കോ? ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ട് 1-2 പെട്ടികൾ. ആ പെട്ടിക്കകത്ത് സ്വർണങ്ങളുണ്ട്, പെട്ടിക്കകത്ത് വെള്ളിയുണ്ട്, പൈസയുണ്ട്, പെട്ടിക്കകത്ത് ആവശ്യ വസ്തുക്കളുണ്ട്. ഓരോ മക്കളും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഉപകരണങ്ങളുണ്ട്. ഭാര്യയ്ക്ക് ആവശ്യമായത് ഭാര്യ ഉണ്ട്. കിച്ചണിലും ഷോക്കേഴ്സിലും മറ്റു വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി ഉപ്പയെ സ്നേഹിക്കുന്ന മക്കൾ ഏറ്റവും കൂടുതൽ സ്ഥാനം കൽപ്പിക്കുക ഈ ഉപ്പ കൊണ്ടുവന്ന സാധനങ്ങൾക്കാണോ അതോ ഉപ്പയ്ക്കാണോ? ഉപ്പയാണോ ഏറ്റവും വലുത്? ഉപ്പ കൊണ്ടുവന്ന സാധനമാണോ ഏറ്റവും വലുത്? നമ്മളിൽ ചില ആൾക്കാർ പറയും, ഉപ്പ അടക്കട്ടെ, ഉപ്പാനെ കൊണ്ട് കാര്യമൊന്നുമില്ല. ഉപ്പയുടെ പെട്ടി, ഈ പെട്ടി എനിക്ക് വേണം, പെട്ടിക്കകത്തുള്ള കാശ് വേണം, ATM വേണം. അങ്ങനെ പലരും ഉപ്പ കൊണ്ടുവന്ന സാധനത്തിനാണോ വില കൽപ്പിക്കേണ്ടത്, അതോ ഇതെല്ലാം കൊണ്ടുവന്ന ഉപ്പയ്ക്കാണോ വില കൽപ്പിക്കേണ്ടത്? നിങ്ങളൊന്ന് പറ. സാമാന്യ ബുദ്ധിയുള്ള ആരും പറയും, അവിടെ ഉപ്പയാണ് നമുക്ക് വലുത്. ഉപ്പയല്ലേ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചു തന്നത്? ഉപ്പയല്ലേ നമുക്ക് സുന്ദരമായ വീട് വെച്ച് തന്നത്? ഉപ്പയല്ലേ നമുക്ക് വിദ്യാഭ്യാസം നൽകിയത്? ഉപ്പയല്ലേ 10-50 പവൻ സ്വർണ്ണാഭരണങ്ങൾ തന്ന് കെട്ടിച്ചയച്ചത്? ഉപ്പയല്ലേ ബെൻസ് കാർ നമുക്ക് വാങ്ങിച്ചു തന്നത്? എല്ലാം നമുക്ക് നൽകിയത് ഉപ്പയാണ്. ഉപ്പയേക്കാൾ വലുതല്ല ഉപ്പ കൊണ്ടുവന്ന പെട്ടി. ഉപ്പയേക്കാൾ വലുതാണ് ഉപ്പ കൊണ്ടുവന്ന സാധനങ്ങൾ. നിങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകുക? ഉപ്പയ്ക്കോ ഉപ്പ കൊണ്ടുവന്ന വസ്തുക്കൾക്കോ? നിങ്ങളൊന്നും പറയാത്ത എന്താ? ഉപ്പ. അതാണല്ലോ ബുദ്ധി, അതാണല്ലോ സ്നേഹം, അതാണല്ലോ നന്ദി, അതാണല്ലോ യഥാർത്ഥത്തിൽ വേണ്ടത്. ഉപ്പയുണ്ടായിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്? ഉപ്പയല്ലേ ഇതൊക്കെ നമുക്ക് തന്നത്? ഏക്കറക്കണക്കിന് ഭൂമിയും തോട്ടവും ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും 19 കൊല്ലം ഉപ്പ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചത് കൊണ്ട് എന്തൊക്കെയാ നമുക്ക് നേടിത്തന്നത്? ആ ഉപ്പയ്ക്ക് ഒരു തലവേദന വന്നാൽ, ആ ഉപ്പയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാൽ, ആ ഉപ്പയ്ക്ക് കിഡ്നി മാറ്റി വെക്കേണ്ടി വന്നാൽ, ആ ഉപ്പയ്ക്ക് എന്തെങ്കിലും കാര്യമായ അസുഖം വന്നാൽ, ആ ഉപ്പയ്ക്ക് വേണ്ടി വല്ലതും ചെലവഴിക്കേണ്ടി വന്നാൽ, ഇന്നത്തെ മനുഷ്യൻ എന്താ പറയാ? ഈടെ അടുത്ത് ഈ എടപ്പാള് ഭാഗത്ത് ഇതുപോലെ ഒരു ഉപ്പ ഭയങ്കരമായൊരു വീട് വെച്ച്, വീടൊക്കെ വെച്ച് സാമാന്യം ഭേദപ്പെട്ട ആകർഷണീയമായ വീട്, കോടികൾ ചെലവഴിച്ചൊരു വീട് വെച്ചു. വീട് ഉദ്ഘാടനത്തിന് വേണ്ടി സർവ ഒരുക്കത്തോടുകൂടി ഉപ്പ വരാനിരിക്കുമ്പോഴാ പെട്ടെന്ന് ഉപ്പ അവിടെ നിന്ന് മരിച്ചുപോയി. മരിച്ച് ഏതായിരുന്നാലും ഉപ്പയുടെ ഡെഡ് ബോഡി കൊണ്ടുവരാന്ന് വെച്ചു. അത് നമ്മളൊരു ന്യൂനത. ആര് മരിച്ചാലും ഇങ്ങോട്ട് കൊണ്ടുവരും, അതിൽ വലിയ പുണ്യമൊന്നുമില്ല. മരിച്ചെടുത്ത് കൊണ്ടുവരുന്നതിന് ഒരു പുണ്യവുമില്ല. എന്നല്ല, മരിച്ചാൽ എവിടെയാ മരിച്ചു വെച്ചാൽ അവിടെ മറ ചെയ്തു വേണം. മരിച്ചെടുത്ത് ഇങ്ങനെ അതിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് മയ്യത്ത് കൊണ്ടുവരിക, അതിനുവേണ്ടി കാത്തു നിൽക്കുകയെ ചെയ്യുന്നതിന് യാതൊരു പുണ്യവും ഇസ്ലാമിലില്ല. പരിശുദ്ധ മക്ക, മദീന
അവിടെ സമീപ പ്രദേശങ്ങളിൽ മരിച്ചാൽ മയ്യത്ത് ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകാം, ജന്നത്തുൽ മുഹല്ലയിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ മഹത്തുക്കൾ അന്തിമയങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം എന്നതിൽ കവിഞ്ഞ് അത്രയും പുണ്യപ്പെട്ട സ്ഥലത്ത് നിന്നൊക്കെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇനി പുണ്യ അല്ലാത്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുവരിക, ഇതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. പക്ഷെ ആളുകൾക്ക് അവിടെ മസലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ആളുകൾ പറയും ഏതെങ്കിലും ആയിട്ട് ഇപ്പാനൊന്ന് കൊണ്ടുവരില്ല, ഏതോ ഇരിക്കട്ടെ. അങ്ങനെ ഈ മയ്യത്ത് കൊണ്ടുവന്നപ്പോ ഈ പതിയ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചു. വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചപ്പോ ഭാര്യ പറഞ്ഞു, ആദ്യമായിട്ട് വീട്ടിലേക്ക് ഇപ്പൊ ഒരു മയ്യത്താണ് കൊണ്ടുവരുന്നത്, അത് വേണ്ട. മനസ്സിലായി? കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് വളരെ താല്പര്യത്തോടുകൂടി ആവേശത്തോടുകൂടി ഒരു വീട് വെച്ച് വീട് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ അറ്റാക്ക് ഉണ്ടായി മരണപ്പെട്ട ആ മനുഷ്യന്റെ ഡെഡ് ബോഡി ആ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. ആദ്യമായിട്ട് ഒരു വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെയും ആളുകളുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ശരിയായ ബോധം നൽകുമാറാവട്ടെ. ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്നാണ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് കൊണ്ടുവന്നു തന്നതാരാ? അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാരാ? നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നതാരാ? ഖുർആൻ നമുക്ക് കൊണ്ടുവന്നു തന്നതാരാ? സക്കാത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാരാ? ഹജ്ജും ഉംറയും നമുക്ക് ചെയ്യാൻ പഠിപ്പിച്ചു തന്നതാരാ? ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഞാനും നിങ്ങളും എന്തെല്ലാം വിശ്വസിക്കുന്നു, എന്തെല്ലാം പ്രവർത്തിക്കുന്നു, എന്തെല്ലാം ഉൾക്കൊള്ളുന്നു, ഇത് എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരൊറ്റ വ്യക്തിയാണ്. അസ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാം കൊണ്ടുവന്നത് മുത്തുനബിയാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലുതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഖുർആൻ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലുതാണോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നിസ്കാരം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന നോമ്പിനേക്കാൾ വലുതാണോ? മുത്തുനബിയേക്കാൾ വലുതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന നോമ്പ്? അതുകൊണ്ട് ഏറ്റവും നമുക്ക് വലുത് മുഹമ്മദ് മുസ്തഫ. അതിങ്ങനെ ഹൃദയത്തിൽ തട്ടാതെ വാക്കുകൊണ്ട് കസർത്തിയിട്ട് കാര്യമില്ല. അതല്ലേ ശരി? അതല്ലേ ശരി? ക്രിസ്തുവർഷം 632 മാർച്ച് മാസം 31-ാം തീയതി അറഫാത്തിന്റെ മരുഭൂമിയിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1,24,000 അല്ലെങ്കിൽ 1,44,000 സ്വഹാബികളോട് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, എന്റെ റബ്ബിന്റെ ദൂതൻ വരാനടുത്തിരിക്കുന്നു, എന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അയച്ചത്, അതിവിടെ പൂർത്തിയായിരിക്കുകയാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറയേണ്ടത് മുഴുവനും ഞാൻ പറഞ്ഞു പൂർത്തിയാക്കി, പഠിപ്പിക്കേണ്ടത് മുഴുവനും നിങ്ങൾക്ക് പഠിപ്പിച്ച് പൂർത്തിയാക്കി. ഇനി ഈ ദീൻ കാര്യത്തിൽ ഒന്നും നിങ്ങൾക്ക് പൂർത്തിയാക്കാനില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ഒന്നും തികയ്ക്കാനില്ല. ഈ വിശുദ്ധ ഇസ്ലാമിൽ നിന്നൊരു കാര്യവും എടുത്തൊഴിവാക്കാനില്ല. ഇത് കാമിലാണ്, ഇത് താമാണ്. കാമിലായതുകൊണ്ട് ഇതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല, താമായതുകൊണ്ട് ഇതിൽ നിന്ന് ഒന്നും എടുത്തൊഴിവാക്കാനില്ല. ആ നിലക്ക് കൃത്യമായിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പഠിപ്പിക്കേണ്ടതൊക്കെയും പഠിപ്പിച്ചു കഴിഞ്ഞു, കാണിക്കേണ്ടത് മുഴുവനും നിങ്ങൾക്ക് കാണിച്ചു തന്നു. എല്ലാം പ്രായോഗികമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നതാ. കക്കവിറുക്കി നടന്നിരുന്ന കാട്ടറബികളെ
സംസ്കാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വിപ്ലവത്തിന്റെ പടപ്പാട്ട് പാടി വിശുദ്ധ ഖുർആൻ നിങ്ങൾക്കിതാ ഓതി കേൾപ്പിച്ചു തന്നിരിക്കുന്നു. ഇനി ഒരു വിശ്വാസപരമായിട്ടൊരു കാര്യം നിങ്ങൾക്ക് പറയാനില്ല. എല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. എല്ലാ വിശ്വാസങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസത്തിലൂടെ മൂലമാവാൻ ആവശ്യമായ സർവ്വാത്ഭുതങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂൽ 90,000 അത്ഭുതങ്ങൾ കാണിച്ചു തന്നു. ചന്ദ്രൻ നിങ്ങൾക്ക് പിളർത്തി കാണിച്ചു തന്നു. ഈന്തപ്പനകളെ നിങ്ങൾക്ക് നടത്തി കാണിച്ചു തന്നു. ഈന്തപ്പന മുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ച് കേൾപ്പിച്ചു തന്നു. ചെന്നായെ കൊണ്ട് പ്രഭാഷണം നടത്തി കേൾപ്പിച്ചു തന്നു. ചരക്കല്ലുകളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലിപ്പിച്ച് കേൾപ്പിച്ചു തന്നു. കൈവിരലുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും ആവശ്യമായിരിക്കുന്ന ജലം അവിടുത്തെ കൈവിരലുകൾക്കിടയിൽ നിന്ന് പുറപ്പെടുവിച്ച് കാണിച്ചു തന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാ, എന്തെല്ലാം അതിശയങ്ങളാ, എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാ, എന്തെല്ലാം കുതിരത്തിന്റെ അടയാളങ്ങളാ. ഇത് മുഴുവനും നിങ്ങൾക്ക് കാണിച്ചു തന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളോർക്കൊന്നും ബോധ്യപ്പെടുത്താനില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾക്ക് മുഴുവനും അത്രയും അല്ലാഹുവിൽ വിശ്വാസം രൂഢമൂലമായി, ആഖിറത്തെ കുറിച്ച് അത്രയും വിശ്വാസം രൂഢമായി, വിശ്വാസം ഉറപ്പായി. അതാ ദുർബല നിമിഷത്തിൽ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിന്റെ ശിക്ഷ നേരിട്ട് ചെന്നേറ്റു പറഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങി ശിക്ഷയും ഹദ്ദും ഏറ്റുവാങ്ങുന്ന രൂപത്തിൽ മഹാന്മാരായ സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തി. അതിനാവശ്യമായത് മുഴുവനും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അല്ലാഹുവിന്റെ നരകത്തെക്കുറിച്ച്, സ്വർഗ്ഗത്തെക്കുറിച്ച്, സിറാത്ത് പാലത്തെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ച്, മീസാനെക്കുറിച്ച്, ഖബറിലെ ജീവിതത്തെക്കുറിച്ച് എല്ലാം അവർക്ക് കണ്ണിൽ കണ്ടതുപോലെ അവർക്ക് ബോധ്യം വന്നു. ആ രൂപത്തിൽ അതിനാവശ്യമായ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇനി നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു പ്രത്യേക ഇബാദത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കാനില്ല. ഒരു പ്രത്യേക തെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധവൽക്കരണം നടത്താനില്ല. ഒരു പ്രത്യേകമായ കാര്യം നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനില്ല. അല്ലാഹുമ്മ ശഹദ്, അല്ലാഹുവേ പറയേണ്ടത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞു, പഠിപ്പിക്കേണ്ടത് മുഴുവനും പഠിപ്പിച്ചു കഴിഞ്ഞു, കാണിക്കേണ്ടത് മുഴുവനും കാണിച്ചു കൊടുത്തു. ഈ ജനസഞ്ചയത്തെ ലക്ഷക്കണക്കിന് അനുയായികൾക്ക് ഇതെല്ലാം ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. അലാ ഹൽ ബല്ലഗ്തു സ്വഹബാ, ഞാൻ നിങ്ങൾക്ക് പ്രബോധനം ചെയ്തു തന്നില്ലയോ? ഞാൻ പറയേണ്ടതൊക്കെയും നിങ്ങളോട് പറഞ്ഞു തന്നില്ലയോ? വിലക്കേണ്ടതൊക്കെയും ഞാൻ നിങ്ങൾക്ക് വിലക്കി തന്നില്ലയോ? ഞാൻ കൽപ്പിക്കേണ്ടത് മുഴുവനും നിങ്ങളോട് കൽപ്പിച്ചു തന്നില്ലയോ? അല്ലാഹ് സഹാബാക്കൾ മുഴുവൻ പറഞ്ഞു, ബലാ ഖദ് ബല്ലഗ്ത റിസാല വഅദ്ദൈതൽ അമാന വനസഹതൽ ഉമ്മ വകശഫതൽ ഉമ്മ വജാഹദത ഫില്ലാഹി ഹഖ ജിഹാദി. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ദൗത്യം നിർവഹിച്ചിരിക്കുകയാ. റിസാലത്ത് മുഴുവനും തങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുകയാ. അല്ലാഹു നൽകിയ സന്ദേശങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാ. നരകം ഞങ്ങൾക്ക് കണ്ണിൽ കാണുന്ന പോലെ തങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിരിക്കുകയാ. സ്വർഗം ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാ. ഇരുളടഞ്ഞ ഖബറിലേക്ക് വെക്കപ്പെട്ട മയ്യിത്ത് അനുഭവിക്കുന്ന ദാരുണമായ സംഭവങ്ങൾ തങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാ. എന്താ തങ്ങൾ പറയാത്തത്? എന്താ തങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താത്തത്? എല്ലാം തങ്ങൾ നിർവഹിച്ചോ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചോ. ഹബീബായ തങ്ങൾ രണ്ട് കൈകളും മേൽപോട്ടുയർത്തിയിട്ട് അല്ലാഹുവേ നീ സാക്ഷിയാ,
അല്ലാഹുവേ നീ സാക്ഷിയാ. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ രോമാഞ്ചം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഭാഷണം നടത്താൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു പ്രഭാഷണത്തിന് പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. അതേ സമയത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് തീർത്ത് പറയുന്നു, ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്നൊരു ദിവസമുണ്ട്. ഞാനും നിങ്ങളും പരസ്പരം കണ്ടുമുട്ടുന്നൊരു ദിവസമുണ്ട്. ഞാനും നിങ്ങളും ഉറപ്പായിട്ടും ആഖിറത്തിൽ കണ്ടുമുട്ടുന്നൊരു ദിവസമുണ്ട്. അല്ലാഹ് ഈ ദുനിയാവിൽ കണ്ടവരും പരിചയപ്പെട്ടവരും സ്നേഹിച്ചവരും, ഈ ദുനിയാവിൽ പരസ്പരം ഇണങ്ങിയവരും, ഈ ദുനിയാവിൽ പരസ്പരം ബന്ധപ്പെട്ടവരും നാളെ ആഖിറത്തിലും ബന്ധപ്പെടുമല്ലോ. ആഖിറത്തിലും അവർ ഇണങ്ങുമല്ലോ. ആഖിറത്തിലും അവർ തമ്മിൽ കണ്ടുമുട്ടുമല്ലോ. ആഖിറത്തിലും അവർക്ക് പരിചയമുണ്ടാകുമല്ലോ. ആഖിറത്തിൽ നമ്മൾ കണ്ടുമുട്ടില്ലായിരുന്നുവെങ്കിൽ, ആഖിറത്തിൽ ഞാനും നിങ്ങളും ബന്ധമുണ്ടാകുമില്ലായിരുന്നുവെങ്കിൽ, ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ബന്ധപ്പെടുമായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് ഒരു ട്രെയിൻ കയറിയാൽ, അല്ലെങ്കിൽ കോഴിക്കോട്ടെന്ന് കാസർഗോഡേക്ക് ഒരു ട്രെയിൻ കയറിയാൽ, എന്തിനേറെ പറയണം, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ UAE-യിലേക്ക് യാത്ര ചെയ്താൽ, നീണ്ട 5-6 മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ, ട്രെയിനിലിരിക്കുമ്പോൾ എത്ര ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. എത്ര ആളുകളോട് നമ്മൾ തോളോട് തോളുരുമ്മിരിക്കുന്നുണ്ട്. എത്ര ആളുകളോട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയമുണ്ടോ? അവരെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവരെ കുറിച്ച് നമുക്ക് വല്ല വിവരമുണ്ടോ? എന്തേ ആഖിറത്തിൽ, അതെ, അവര് നാളെ കഴിഞ്ഞ ആത്മീയ ലോകത്ത് വെച്ച് അല്ലാഹു കഴിഞ്ഞ യൗമുൽ അഹദ് വൽ മീസാഖ് എന്ന് പറയുന്ന ഒരു ദിവസം അറഫാത്തിന്റെ മരുഭൂമിയിലെ സർവ്വാത്മാക്കളെയും ഒരുമിച്ച് കൂട്ടിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ബന്ധപ്പെട്ടിട്ടില്ല, അന്ന് ഇണങ്ങിയിട്ടില്ല, അന്ന് പരസ്പരം പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ദുനിയാവിലും നമ്മൾ പരിചയപ്പെടൂല. അതേ സമയത്ത് ആത്മാവിന്റെ ലോകത്ത് എന്ന് പറയുന്ന ദിവസത്തിലെ അറഫാത്തിന്റെ മരുഭൂമിയിലെ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് സൂക്ഷ്മജീവികളെ പോലെ അണുമനുഷ്യനായിട്ട് പടച്ച റബ്ബ് സർവരെയും പുറത്തു കൊണ്ടുവന്നപ്പോൾ, അന്ന് ഇണങ്ങിയവർ ഈ ലോകത്തും ഇണങ്ങുന്നത്, ആത്മീയ ലോകത്ത് ബന്ധപ്പെട്ടവർ, ആത്മീയ ലോകത്ത് പരിചയപ്പെട്ടവർ, ആത്മീയ ലോകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടവർ പദാർത്ഥ ലോകത്തും പരിചയപ്പെടുമെന്നല്ലേ മഹാനായ സയ്യിദ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു തങ്ങൾ പരിചയപ്പെടുത്തിയത്. അതല്ലേ വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തിയത്. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് പരിചയപ്പെട്ടവരൊക്കെ ആഖിറത്തിൽ നമ്മൾ പരിചയപ്പെടുന്നതാ, ആഖിറത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നതാ. അന്ന് ഈ കാണുന്ന ജനങ്ങളെ നിർത്തിയിട്ട് എനിക്ക് പറയാൻ പറ്റും, അല്ലാഹ് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് നിന്നെ പറ്റി ബോധം നൽകിയിട്ടുണ്ട്, ഇവർക്ക് നിന്റെ കലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, നിന്റെ സന്ദേശം ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിരോധിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹക്കാമുകൾ പറഞ്ഞിട്ടുണ്ട്, നീ പഠിപ്പിച്ച സംസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹബീബിന്റെ അനുയായികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്റെ നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കലാമാകുന്ന
ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുമല്ലോ. അതിന് നീ സാക്ഷിയാണല്ലോ. അറഫാത്തിന്റെ മരുഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ സാക്ഷി നിർത്തിയതുപോലെ അല്ലാഹുമ്മ ഷഹദ്, നീ സാക്ഷിയാണല്ലോ. ഇവരത് സമ്മതിച്ചിട്ടുണ്ടല്ലോ, ഇവരത് ഏറ്റിട്ടുണ്ടല്ലോ, ഏറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഹജ്ജത്തുൽ വദാഇലാണ്. അത് കഴിഞ്ഞ് പിന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ക്രിസ്തു വർഷം 632 മാർച്ച് 31 പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർച്ച് കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 8 മുത്തുനബി വഫാത്തായത്. കൃത്യമായി കുറഞ്ഞ 3 മാസം. ദുൽഹജ്ജ് 10, പിന്നെ മുഹറം 10, സഫർ 10, റബീഉൽ അവ്വൽ 10. ഇത്രയാ പിന്നെ തങ്ങൾ ജീവിച്ചത്. ഈ കാലയളവിൽ പുതിയ ഒരു നിയമം ഇസ്ലാമിൽ വന്നിട്ടില്ല. ഈ ഒരു കാലയളവിൽ വേറെ ആയത്തിറങ്ങി, ഒരൊറ്റ ആയത്തെ പിന്നെ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അഹ്കാമുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. പ്രത്യേകമായ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തേണ്ടതില്ല. പൂർവകാല പ്രവാചകന്മാരുടെ ചരിത്രം, ഉമ്മത്തിന് പാഠം ഉൾക്കൊള്ളേണ്ട ചരിത്രം, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് ദുൽഹജ്ജ് മാസമാണെങ്കിൽ മുഹറം 10 പിന്നെ ഇറങ്ങിയ ആയത്താണ് لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഈ ആയത്തിൽ ഒരു പ്രത്യേക നിയമമില്ല. ഈ ആയത്തിൽ ഒരു ചരിത്രത്തിലേക്ക് സൂചനയില്ല. ഈ ആയത്തിൽ ഒരു വിലക്കുകളില്ല. ഈ ആയത്തിൽ പ്രത്യേക അംശാലുകളില്ല, ഉപദേശങ്ങളില്ല. മറിച്ച് ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു നബിയുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾക്കൊരു പ്രവാചകർ വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്നൊരു പ്രവാചകർ വന്നിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും, നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ, നിങ്ങൾക്ക് സൃഷ്ടിച്ച റബ്ബിന്റെ പ്രീതി ലഭിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്ന റസൂലാ. നിങ്ങൾ വിഷമിക്കുന്നതും പ്രയാസം അനുഭവപ്പെടുന്നതും എത്ര സങ്കടപ്പെടുന്ന റസൂലാ. ആ റസൂലിനെ മറക്കല്ല. ഇതെല്ലാം കൊണ്ടുവന്ന നബിയെ നിങ്ങൾ മറക്കല്ല. ഈ ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന നബിയെ നിങ്ങൾ മറക്കല്ല. നിസ്കാരം നിങ്ങൾക്ക് പഠിപ്പിച്ച നബിയെ നിങ്ങൾ മറക്കല്ല. ആരാ നിനക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്? ആരാ നിനക്ക് അല്ലാഹുവിന്റെ കലാമാണെന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞു തന്നത്? ആരാണ് ഈ ഖുർആൻ നിനക്ക് ഓതി തന്നത്? ആരാ നിനക്ക് നോമ്പ് പഠിപ്പിച്ചു തന്നത്? ആരാണ് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലെ ആചാരങ്ങളും നിനക്ക് പറഞ്ഞു തന്നത്? ഇതെല്ലാം പറഞ്ഞു തന്ന ഒരു നബിയുണ്ട്, ഒരു റസൂലുണ്ട്. ആ റസൂലിനെ മറക്കല്ല. ആ റസൂലിനേക്കാൾ വലുതല്ല റസൂല് കൊണ്ടുവന്നത്. ആ നബിയേക്കാൾ വലുതല്ല നബി കൊണ്ടുവന്നത്. ആ നബിയാ നമുക്ക് ഏറ്റവും വലുത്. ഇതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈമാൻ എന്നാൽ എന്താണെന്നറിയുമോ? ഇസ്ലാം എന്നാൽ എന്താണെന്നറിയുമോ? അള്ളാഹു പറഞ്ഞത് മൊത്തം വിശ്വസിക്കുന്നതിന്റെ പേരല്ല ഈമാൻ എന്നാൽ. അതേ വിശുദ്ധ ഖുർആനിലുള്ളത് മുഴുവനും വിശ്വസിക്കുന്നതിന്റെ പേരല്ല ഈമാൻ എന്നാൽ. അതേ സമയത്ത് ഈമാൻ എന്നാൽ എന്താണെന്നറിയോ? തസ്ദീഖുർ റസൂലി ബികുല്ലി
അന്നഹു മിൻ ദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദറൂറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണ് നിഷേധ്യമായി അറിയപ്പെട്ട സർവകാര്യങ്ങളും അംഗീകരിക്കുന്നതിന്റെ പേരാ മോനെ ഈമാൻ എന്ന് പറയുന്നത്. നബി അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. നബി അനുസരിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരാൾ അല്ലാഹുവിന്റെ ഖുർആൻ ജീവിച്ചു, അല്ലാഹുവിന്റെ ഖുർആൻ മൊത്തം പഠിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് അവൻ രക്ഷപ്പെടുന്നവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തെ ലോകത്തേക്ക് ഇറക്കിയിരുന്നു. പക്ഷേ നബി അയച്ചില്ല എന്ന് സങ്കൽപ്പിക്കുക, ഈ ഉമ്മത്ത് രക്ഷപ്പെടുമായിരുന്നില്ല. മറിച്ച് അല്ലാഹു ഖുർആൻ ഇറക്കിയില്ല എന്ന് സങ്കൽപ്പിക്കുക, മുത്തുനബിയെ മാത്രമാണ് അയച്ചത് എന്ന് സങ്കൽപ്പിക്കുക. അത് മാത്രം മതിയായിരുന്നു ഉമ്മത്തിന് രക്ഷപ്പെടാൻ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഗുണം ഇത് ബഅസ ഫീഹിം റസൂല, അവരൊരു പ്രവാചകനെ അയച്ചു എന്നതാ. ഈ പ്രവാചകനെ അയച്ചു എന്നതാണ് ഏറ്റവും വലിയ ഗുണം. അത് കഴിഞ്ഞിട്ടാ ഖുർആൻ ഇറക്കി എന്നുള്ള പറഞ്ഞത്, അത് കഴിഞ്ഞിട്ടാ മറ്റു കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിമായ സ്ത്രീയാണെങ്കിലും ഒരു മുസ്ലിമായ പുരുഷനാണെങ്കിലും അവന് ഏറ്റവും വലുത് അല്ലാഹുവിന്റെ റസൂലാ. അല്ലാഹുവിന്റെ റസൂലിനെ ആരാ കൂടുതൽ അറിയുന്നത്? അവനാണ് ഏറ്റവും വലിയ മുഅ്മിനെ. ആരാ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത്? അവനാണ് ഏറ്റവും വലിയ മുഅ്മിനെ. എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ പറ്റി പരത്തി പറയാൻ സമയമില്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയുകയാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കമുല മിനർ റിജാലി കസീറൂന. പ്രവാചകരെ പുരുഷന്മാരെ കൂട്ടത്തിൽ തികഞ്ഞ ഒരുപാട് പുരുഷന്മാരുണ്ട്. അമ്പിയാക്കൾ മുഴുവനും തികഞ്ഞവരാ, സിദ്ദീഖീങ്ങളൊക്കെയും തികഞ്ഞവരാ. അങ്ങനെ തികഞ്ഞ ഒരുപാട് കാമിലായ പുരുഷന്മാരുണ്ട്. അതേ സമയത്ത് വലം തക്കുമുൽ മിനൻ നിസാ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നീ എല്ലാ അർത്ഥത്തിലും തികഞ്ഞ പെണ്ണുങ്ങള് 4 പെണ്ണുങ്ങളാ. 4 പെണ്ണുങ്ങളെ ആദം നബിയുടെ മക്കളെ കൂട്ടത്തിൽ നിന്ന് എല്ലാ നിലക്കും തികഞ്ഞ പെണ്ണുങ്ങളുള്ളൂ. ആരാണ് 4 പെണ്ണുങ്ങൾ എന്നറിയുമോ? മഹദിയായ ആസിയത്ത് ബിൻത് മുസാഹിബിന്റെ മകളാകുന്ന ആസിയ ബീവിയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിയോഗിയായിരുന്ന, ശത്രുവായിരുന്ന, അഹങ്കാരത്തിന്റെ ആകത്തുകയായിരുന്ന റാംസീസ് രണ്ടാമന്റെ ഭാര്യയായിരുന്ന മഹദി ബീവി ആസിയ ഒരിക്കൽ പോലും ആസിയ ബീവി ഒന്ന് അനുഭവിക്കാനോ, ആസിയ ബീവിയെ സ്പർശിക്കാനോ, ആസിയ ബീവിയെ ഉപയോഗപ്പെടുത്താനോ ഫിർഔന് കഴിഞ്ഞിരുന്നില്ല. അല്ലാഹു അനുവദിച്ചു കൊടുത്തിരുന്നില്ല. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടു മാത്രം ആസ്വദിച്ച മനുഷ്യനാ റാംസീസ് രണ്ടാമൻ. ആ റാംസീസ് രണ്ടാമന്റെ ഭാര്യയായി കൊട്ടാര സുഖജീവിതം അനുഭവിച്ച ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ആദം നബിയുടെ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു തികഞ്ഞ പെണ്ണാണ്. ഞാൻ ചരിത്രം പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. മറ്റൊന്ന് മറിയം ബിൻത് ഇമ്രാന്റെ മകളാകുന്ന മറിയം ബീവിയാ. ഈ 2 പെണ്ണുങ്ങളും മുത്തുനബിന്റെ ഭാര്യമാരാ, നാളെ സ്വർഗത്തിലുള്ള ഭാര്യമാരാ. നിങ്ങൾ കേട്ടിട്ടുള്ള പഴയകാലത്തെ ഉസ്താദുമാര് റമളാനിലും അല്ലാത്തപ്പോൾ നമുക്ക് തൗബ ചൊല്ലിത്തരുമ്പോ മുത്തുനബിന്റെ തൃക്കല്യാണം എന്നൊരു വിഷയം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ തൃക്കല്യാണത്തിൽ ഞങ്ങളെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ എന്ന് പറയാറില്ലേ? ആ തൃക്കല്യാണം എന്ന് പറയുന്ന കല്യാണം നാളെ സ്വർഗത്തിലെത്തിയിട്ട് ആസിയ ബീവിയെയും മറിയം
ബീവിയെയും മുത്തുനബി കല്യാണം കഴിക്കുന്ന കല്യാണമാ. അല്ലാഹുവിന്റെ റസൂലിനെ നാളെ സ്വർഗ്ഗത്തിലുള്ള ഭാര്യമാരാ. മറിയം ബീവിയും ആസിയ ബീവിയും തികഞ്ഞ രണ്ട് പെണ്ണുങ്ങളാ. ആ വലിയ പ്രത്യേകത ഞാൻ പറയുന്നില്ല. പിന്നൊരു പെണ്ണുണ്ടാരാന്നറിയോ? ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഫാത്തിമത്തു ബിൻത് മുഹമ്മദാ, മുത്തുനബിന്റെ പ്രിയപ്പെട്ട മോളാ. അല്ലാഹുവിന്റെ റസൂലാണ്. പടച്ച റബ്ബിന്റെ പടപ്പുകളെ കൂട്ടത്തില്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠരായവർ. ആ ശ്രേഷ്ഠരായ മുത്തുനബിന്റെ ശരീരത്തിന്റെ ഭാഗമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അവര് ഏറ്റവും അല്ലാഹുവിന്റെ ഏറ്റവും തികഞ്ഞ പെണ്ണാണ് എന്ന് പറയേണ്ടതില്ല. നാലാമതൊരു പെണ്ണുണ്ട്. അതാരാണെന്നറിയുമോ? ഖദീജത്ത് ബിൻതു ഖുവൈലിദ്. ഖുവൈലിദിന്റെ മകളാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ഈ ഉമ്മത്തിൽ വേറെയില്ല. ഖദീജ ബീവിയെ പോലെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പെണ്ണ് വേറെയില്ല. എന്നാൽ ഈ ഖദീജ ബീവിയെ പറ്റി ഉമ്മമാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5 വഖ്ത് നിസ്കാരം ബഹുമാനപ്പെട്ട ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. ഈ വിശുദ്ധ ഖുർആൻ ഒരു ഖത്മ് പോലും ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഓതിയിട്ടില്ല. റമദാൻ മാസത്തിലെ ഒറ്റ നോമ്പും ബഹുമാനപ്പെട്ട ഖദീജ ബീവി അനുഷ്ഠിച്ചിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വ്യവസ്ഥാപിതമായി സക്കാത്ത് കൊടുത്തിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹജ്ജ് ചെയ്തിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ഉംറ ചെയ്തിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് മുത്തുനബി മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. പക്ഷേ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ഈ ഉലകത്തിലില്ല. ആയിരക്കണക്കിന് സാദാത്തുക്കളെ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ, അവരുടെയൊക്കെ ഉമ്മാമയായ ബഹുമാനപ്പെട്ട ഖദീജ ബീവി, ഈ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ലോകത്തില്ല. എന്താ ഖദീജ ബീവിന്റെ പ്രത്യേകത? ഖദീജ ബീവി 5 വഖ്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിസ്കാരം പോലും ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. ഒരു നോമ്പ് പോലും ഖദീജ ബീവി റമദാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു പ്രാവശ്യം പോലും ഖുർആൻ 30 ജുസ് ഖത്മ തീർത്ത് ഓതിയിട്ടില്ല. എന്തേ? അന്ന് ഖുർആൻ ഇറങ്ങി തീർന്നിട്ടില്ല. അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല. അന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് റമദാൻ നോമ്പ് നിർബന്ധമായിട്ടില്ല. ഹജ്ജ് വന്നിട്ടില്ല, ഉംറ വന്നിട്ടില്ല. അതേ സമയത്ത് ഖദീജ ബീവി മുത്തുനബിനെ അറിഞ്ഞതുപോലെ ഒരാളും അറിഞ്ഞിട്ടില്ല. തങ്ങളെ സ്നേഹിച്ചതുപോലെ, തങ്ങളെ ആദരിച്ചതുപോലെ, തങ്ങളെ പറ്റി പറഞ്ഞ പോലെ, തങ്ങളെ പറ്റി പാടിയ പോലെ, തങ്ങളെ പറ്റി കേട്ടതുപോലെ, തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ ഒരു ഉമ്മയും ചെയ്തിട്ടില്ല. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുഅ്മിനത്താരാണ്? ബീവി ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയതുപോലെ, വിശ്വസിച്ചതുപോലെ, ഉറപ്പിച്ചതുപോലെ ഒരു പെണ്ണിനും കഴിഞ്ഞിട്ടില്ല, ഒരാണിനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണ് ഈ ഉമ്മത്തിലില്ല. ആരാ തങ്ങളെ പറ്റി കൂടുതൽ പഠിക്കുന്നത്? ആരാ തങ്ങളെ പറ്റി കൂടുതൽ പറയുന്നത്? ആരാ തങ്ങളെ പറ്റി കൂടുതൽ കേൾക്കുന്നത്? ആരാ തങ്ങളെ പറ്റി കൂടുതൽ പാടുന്നത്? ആരാ തങ്ങളെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നത്? അവനാണ് ഏറ്റവും വലിയ മുഅ്മിനെ. അറിയുമോ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന് 6 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. 7 മക്കൾ പിറന്ന ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് 6 മക്കളെയും പ്രസവിച്ചത് ഖദീജ ബീവിയാ. പിന്നീട് മുത്തുനബിക്ക് ഒരു പിഞ്ചോമന കുഞ്ഞിന്റെ കുഞ്ഞിക്കാലി കാണാൻ 10 പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട്. ചെറുപ്പക്കാരത്തികളെ കെട്ടിയിട്ടുണ്ട്. കന്യക പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട്. വർഷങ്ങളോളം ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുണ്ട്. പക്ഷേ തങ്ങൾക്ക് മക്കള് പിറന്നിട്ടില്ല.
ഒരു കുഞ്ഞിനെയും കൂടി കിട്ടാൻ തങ്ങൾ എത്ര ആഗ്രഹിച്ചതാ. അതേ സമയത്ത് 6 മക്കളെ പ്രസവിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ 3 ആൺകുട്ടികളും മരണപ്പെട്ടു പോയി. കാലച്ചെറുപ്പത്തിൽ ഖാസിം എന്ന കുട്ടി മരിച്ചു പോയി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ പൊന്നുമോനാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് എന്ന് വിളിക്കുന്ന ഖത്തയ്യിബ് എന്നും താഹിർ എന്നും പേരുള്ള രണ്ടാമത്തെ മോനും വഫാത്തായി. 4 പെൺമക്കളെ ബഹുമാനപ്പെട്ട ഖദീജ ബീവി വളർത്തി. ഇബ്രാഹിം എന്ന കുട്ടി വേറെ പേരെ മരിയ എന്ന് പറയുന്ന സഹോദരിയിൽ പിറന്നതാ. ഇരിക്കട്ടെ, ഈ അബ്ദുല്ലാഹ് എന്ന് വിളിക്കുന്ന താഹിർ എന്നും തയ്യിബ് എന്നും പേരുള്ള ഈ പിഞ്ചോമന കുഞ്ഞ് മരണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ ശേഷം പ്രസവിക്കപ്പെട്ട മോനാ. ആ കുഞ്ഞ് മരിച്ചപ്പോൾ മക്ക മുശ്രിക്കീങ്ങൾ വല്ലാതെ തങ്ങളെ ട്രോളുകയാ, പരിഹസിക്കുകയാ. ഈ മുഹമ്മദിന് ആ മക്കൾ പിറക്കൂല, ആ മക്കൾ ജീവിക്കൂല, സന്താനങ്ങൾ നിലനിൽക്കൂല, പരമ്പര നിലനിൽക്കൂല. തങ്ങൾക്ക് എത്ര വിഷമമായി എനിക്കാണ് മക്കൾ നിൽക്കാത്തത്, എന്റെ മക്കളെ അല്ലാഹു കൊണ്ടുപോകുന്നത്. ഒരുപാട് ഹിക്മത്തുകൾ അതിന്റെ പിറകിലുണ്ടെങ്കിലും അത് എന്റെ കുറ്റമല്ലല്ലോ. അല്ലാഹു തന്നെ മറുപടി പറഞ്ഞതാ, ആര് പറഞ്ഞു തങ്ങൾക്ക് മക്കളില്ലെന്ന്? ആര് പറഞ്ഞു തങ്ങൾക്ക് സന്താനങ്ങളില്ലെന്ന്? ഖിയാമത്ത് നാൾ വരെ ലക്ഷക്കണക്കിന് മക്കളെ തങ്ങൾക്ക് തന്നിരിക്കുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലേക്ക് ഈ വിശുദ്ധ ദീനിന്റെ കൊടി അല്ലാഹുവിന്റെ നബിയിൽ നിന്ന് കിട്ടിയ ഈമാനിന്റെ പ്രകാശം ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം ഈസാ നബിക്ക് തിരിച്ചേൽപ്പിക്കുന്നത് വരെ ഈ ലോകത്ത് തങ്ങന്മാര് നിൽക്കൂല, അവസാനിക്കൂല. എല്ലാ നാട്ടിലും സാദാത്തുക്കളാ, രാജ്യങ്ങളിൽ സാദാത്തുക്കളാ. ഹബീബായ തങ്ങളെ മക്കളെ പോലെ സന്താനങ്ങൾ നിലനിൽക്കുന്ന ഒരു തലമുറ ഈ ലോകത്ത് വേറെയില്ല. ആര് പറഞ്ഞു തങ്ങൾക്ക് മക്കളില്ലെന്ന്? തങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ അവന്റെ മക്കളെവിടെ? അവന്റെ വേരെവിടെ? അവന്റെ മൊരടെവിടെ? അല്ലാഹ് ലോകത്ത് ആർക്കെങ്കിലും അറിയുമോ? മക്കയിലറിയുമോ? വേറെ ഏതെങ്കിലും നാട്ടിലറിയുമോ? ഇല്ല, ഇല്ല. ഈ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി എന്ന പൊന്നുമോൻ മരണപ്പെട്ട സമയത്ത് ഈ ആരോപണത്തോടുകൂടി തങ്ങൾ വല്ലാതെ വിഷമിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട ബീവി ഖദീജ അവിടുന്ന് കരയുകയാ. എന്താ കരയുന്നത് എന്ന് മുത്തുനബി ചോദിക്കുന്നു. യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോൻ മരിച്ചതിലല്ല സങ്കടം, എന്റെ പൊന്നുമോൻ മരിച്ചതിലല്ല സങ്കടം. പക്ഷേ എന്റെ പിഞ്ചോമന കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞിട്ട്, മുലപ്പാല് കൊടുക്കുന്ന സമയം കഴിഞ്ഞിട്ട് മരിച്ചിരുന്നെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു. ഇപ്പോൾ എന്റെ സ്ഥലത്തിൽ നിന്ന് കൃത്യമായി പാല് വീഴുകയാ, പാലീറ്റി വീഴുകയാ. ഉമ്മമാർക്കറിയാം, കുടിക്കുന്ന കുട്ടികള് പാല് കുടിച്ചില്ലെങ്കിൽ സ്ഥലത്തിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ മുലകുടി ഒന്ന് കുടിച്ചു തീർക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഖദീജ, നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോന് മുലയൂട്ടാൻ അല്ലാഹു ഹൂറുല്ലിങ്ങളിൽപ്പെട്ട 2 സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ സ്ത്രീകൾ മാറി മാറി മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഹൂറുല്ലിങ്ങളിൽപ്പെട്ട
ഒരു സഹോദരിയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ അബ്ദുള്ള മലയൂട്ടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, കൈകളെ കൊണ്ടും കാലുകളെ കൊണ്ടും തുള്ളിച്ചാടാട് നിങ്ങൾക്ക് കാണണോ? നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോൻ മലയൂട്ടുന്നത് നിങ്ങൾക്ക് കാണണോ? കുടിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? കളിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? ഏത് ഉമ്മയാണ് താല്പര്യപ്പെടാതിരിക്കുക? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരിച്ചതിന് ശേഷം ഒന്ന് കാണാൻ അവസരം കിട്ടിയാൽ, ആ കുഞ്ഞു മുലയൂട്ടുന്നത് കാണാൻ അവസരം കിട്ടിയാൽ, ആ കുഞ്ഞു പുഞ്ചിരിക്കുന്നത് കാണാൻ അവസരം കിട്ടിയാൽ, കൈകാലുകൾ നിലത്തിട്ടടിച്ച് ഇങ്ങനെ കളിക്കുന്നത് കാണാൻ അവസരം കിട്ടിയാൽ, ഏതെങ്കിലും ഉമ്മാക്ക് വേണ്ടെന്ന് പറയാനൊക്കോ? ഖദീജ ബീവി പറഞ്ഞു, വേണ്ട യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോൻ മലയൂട്ടുന്നതും എന്റെ പൊന്നുമോൻ തുള്ളിക്കളിക്കുന്നതും എന്റെ പൊന്നുമോൻ പുഞ്ചിരിക്കുന്നതും എനിക്ക് കാണണ്ട. തങ്ങള് പറഞ്ഞതിനേക്കാൾ വലുതല്ല എന്റെ കണ്ണിന്റെ കാഴ്ച, എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ എനിക്ക് വിശ്വാസം തങ്ങള് പറഞ്ഞതാ, തങ്ങളെ വാക്കാ. ഞാൻ ചോദിക്കുന്നു, ഉലകത്തിലുണ്ടോ ഇങ്ങനത്തെ ഒരു പെണ്ണ്? കണ്ണിൽ കാണുന്നതിനേക്കാൾ വലിയ വിശ്വാസം തങ്ങൾ പറഞ്ഞതാ. ഇതുകൊണ്ട് തന്നെയാ ഈ ഖദീജ ബീവിയെ പോലെ തികഞ്ഞൊരു പെണ്ണില്ല, ഖദീജ ബീവിയെ പോലെ പൂർണ്ണത കൈവരിച്ചൊരു സ്ത്രീയില്ല. ആരാണ് തങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ആണെങ്കിലും മറ്റു സ്വഹാബികളാണെങ്കിലും പ്രവാചകരാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം, ഖുർആനായത്തുകൾ കേട്ടതിന് ശേഷം അവരല്ലേ അതിനുശേഷമല്ലേ അവരൊക്കെ വിശ്വസിച്ചത്? ഖദീജ ബീവി അങ്ങനെയല്ല. വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിമ വതസ്തുഖുൽ ഖൗല വതുഈൻ വലാ നവായിബിൽ ഹഖ്. കണ്ടപാട് ഹബീബിനോട് പറഞ്ഞപാട് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇത്രയും വാചാലമായി പറഞ്ഞൊരു പെണ്ണില്ല, ഒരാണില്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ആരാണ് തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നത്? ആരാ തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്? ആരാ തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്? ആരാ തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? അവനാണ് ഏറ്റവും വലിയ മുഅ്മിനി മക്കളെ. ഇതിൽ സംശയം വേണ്ട. നമുക്ക് സ്വന്തമായി പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർ പാടിയതെങ്കിലും പാടാൻ കഴിഞ്ഞെങ്കിൽ, സ്വന്തമായി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർ പറഞ്ഞതെങ്കിലും പറയാൻ കഴിഞ്ഞെങ്കിൽ, സ്വന്തമായി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും സാധിച്ചെങ്കിൽ, മുത്തുനബിയെ പറ്റി പഠിക്കാൻ, മുത്തുനബിയെ പറ്റി കേൾക്കാൻ, മുത്തുനബിയെ പറ്റി പറയാൻ, മുത്തുനബിയെ പറ്റി പറയാൻ എതിയൊരുക്കാൻ, അതാണ് മുഅ്മിനീങ്ങൾ വേണ്ടത്. ഈ നബിയേക്കാൾ വലുത് ഒന്നുമില്ല. ഞാൻ എന്റെ പ്രസംഗം നിർത്തി. 20 രാജ്യത്തിന്റെ പ്രസിഡന്റാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്നത്തെ ഇന്ത്യ പോലെയല്ല, സൗദി പോലെയല്ല, ജോർഡാൻ പോലെയല്ല. ഈ സൗദി അറേബ്യയും ഈ ജോർഡാനും ഇറാനും ഇറാഖും ഉൾക്കൊള്ളുന്ന മിസ്റും മറ്റു രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന 20 സാമ്രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു നേതാവാണ്. ആ രൂപത്തിൽ നേതൃത്വം വഹിക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഖത്താബ് തങ്ങളെ നമ്മൾ മറക്കുന്നില്ലല്ലോ. റമദാൻ മാസത്തിൽ ഉമറുൽ ഫാറൂഖിനെ മറക്കുന്നില്ലല്ലോ. പല കാര്യങ്ങളിലും ഉമറുൽ ഫാറൂഖിനെ മറക്കുന്നില്ലല്ലോ. ഉമറിനെ നമ്മൾ അനുഗമിക്കുന്നുണ്ടല്ലോ. ഉമറിനെ നമ്മൾ
നമ്മൾ സിന്ദാബാദ് പറയുന്നുണ്ടല്ലോ. ഇന്നുവരെ എല്ലാ വെള്ളിയാഴ്ചയും സുന്നത്ത് ജമാഅത്തിന്റെ ഖതീബുമാര് നേതൃത്വം കൊടുക്കുന്ന സർവ്വ പള്ളികളിലും ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ച് പറയാതെ ഖുതുബ തീർക്കാറുണ്ടോ? മിമ്പറിൽ നിന്ന് ഇറങ്ങാറുണ്ടോ? മുസ്ലിം ഉമ്മത്ത് സിന്ദാബാദ് വിളിക്കാറില്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങള് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്, സ്വഹാബികൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ തടിച്ചുകൂടിയ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഒരാൾ നിന്ന് പാടുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് പാടുന്നത് അറിയുമോ? വഅലമു അൻ വശഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു وأنك مأمون على كل غائب وأنك على المرسلين وسيلة إلى الله ابن لك رمين اللطائب. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മുമ്പിൽ വെച്ച് ബഹുമാനപ്പെട്ട സവാദുവിന് കാര്യം പാടിയ 70 വരി ബൈത്തുണ്ട്, 70 വരി പാട്ടുണ്ട്, 70 വരി മൗലിദുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് പാടിയത്, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വീണ്ടും പാടിച്ചത്, അവിടെ സമ്മാനം കൊടുത്തത് മഹാനായ സവാദുവിന് കാരിബ് ഇത് പാടുകയാണ്. സ്വഹാബത്ത് കൂട്ടം കൂടി നിന്ന് കേൾക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് അങ്ങ് ചെല്ലുകയാണ്. ഉമറുൽ ഫാറൂഖിനെ കണ്ടപ്പോ സവാദ് തങ്ങളെ നാവറങ്ങിപ്പോയി, മിണ്ടുന്നില്ല, പേടിച്ച് വിറച്ചു പോയി. ഉമർ അങ്ങനെയോ എപ്പോഴും ചാട്ടവാറ് കയ്യിലോ എന്തെങ്കിലും വേണ്ടാത്തത് കണ്ടാൽ, അരിതായ്മ കണ്ടാൽ ഉടനെ ശിക്ഷിക്കുന്ന അതിപ്രകൃതമാ. പക്ഷേ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കണ്ടപ്പോ സവാദിന്റെ പാട്ട് നിന്ന് പോയി, സവാദ് തങ്ങൾ പിരിഞ്ഞു പോയി, ആളുകളൊക്കെയും പിരിഞ്ഞു പോയി. എന്തിനാണ് ഉമറുൽ ഫാറൂഖ് വന്നത്? എന്തോ അനിഷ്ടമുണ്ടാവും, പാടാൻ പറ്റില്ലായിരിക്കും. ഇങ്ങനെ പാടിയതില് എന്തെങ്കിലും ശിക്ഷിക്കാൻ വേണ്ടി വന്നതായിരിക്കും. മഹാനായ സവാദ് തങ്ങൾക്ക് പിറ്റേ ദിവസവും പാടാനുണ്ട്. അവിടെയും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. 500 കണക്കിന് സ്വഹാബികളുണ്ട്. ആ സദസ്സിൽ വെച്ചും സവാദ് പാടുന്നുണ്ട്. അതങ്ങ് പാടിയപ്പോൾ ഇന്നലത്തെ അതേ അനുഭവം തന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നു. തൊണ്ട വരണ്ട് പോയി, നാവനങ്ങുന്നില്ല, പേടിച്ചു പോയി, പിരിഞ്ഞു പോയി. എന്തെങ്കിലും ഇല്ലാതെ ഉമർ വരാതിരിക്കൂല. ഉമർ എന്തെങ്കിലും ഇല്ലാതെ പതിയുടെ ഹാജരാകൂല. എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാവണം. മൂന്നാമത്തെ ദിവസവും മറ്റൊരു സ്ഥലത്ത് പാടാനുണ്ട്, സവാദിന് പാടാനുണ്ട്. സവാദിന്റെ പാട്ട് കേൾക്കുന്നുണ്ട്. ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ആഖിർ സമാനിലെ മക്കളെ ഇമാം ബുഖാരി സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട സവാദ് തങ്ങൾ കാണുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങളെ. അപ്പോഴും പാട്ട് നിന്നു. സർവധൈര്യം സംഭരിച്ചുകൊണ്ട് സവാദ് തങ്ങൾ ചോദിച്ചു, അമീറൽ മുഅ്മിനീൻ, 20 രാജ്യത്തിന്റെ പ്രസിഡന്റായ നിങ്ങള്, ഒരുപാട് ചുറ്റുപാടുകൾ ഉള്ള നിങ്ങള്, രാവും പകലും ഉറക്കമില്ലാത്ത നിങ്ങള്, ജനസേവനത്തിന് ജീവിതം ഒഴിഞ്ഞു വെച്ച നിങ്ങള്, എന്താ പാവപ്പെട്ട സവാദിനെ അനുഗമിക്കുന്നത്? ഈ സവാദ് പാടിയതിലോ ഈ സവാദിന്റെ നിലപാടിലോ വല്ല മാറ്റവും വരുത്തേണ്ടതുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നില്ല. മഹാനായ അമീറുൽ മുഅ്മിനീൻ
മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കണ്ണുകൾ നിറയുന്നു. സവാദേ ഈ ഹബീബിനെ പറ്റി പാടാൻ അന്ന് മുത്തുനബിന്റെ മുൻപിൽ വെച്ച് നിങ്ങൾ പാടിയത് ഞാൻ കേട്ടതോ. ഉമറിന് പാടാൻ കഴിയില്ല, ഉമർ പാടുന്നില്ല. നിങ്ങളെ പോലത്തെ ആളുകൾ തങ്ങളെ പറ്റി പാടുന്നത് എനിക്കൊന്ന് കേൾക്കണ്ടേ സവാദേ, എനിക്കതുകൊണ്ട് സായുജ്യമടയണ്ടേ സവാദേ, എനിക്ക് സമാധാനം കിട്ടണ്ടേ സവാദേ. ആഖിർ സമാനിലെ മക്കളെ, ബുർദയുടെ ഈരടികൾക്കുമ്പോൾ, മങ്കൂസിന്റെ ഈരടികൾക്കുമ്പോൾ, ശറഫല്ലനാവിന്റെ ഈരടികൾക്കുമ്പോൾ എന്ന് നിങ്ങൾക്ക് ഉമറുൽ ഫാറൂഖിന് തോന്നിയത് തോന്നിയില്ല. അവിടെ പറഞ്ഞില്ലേ വഅൈന വഅന്നകഅലൽ മുർസലീന വസീലതൻ ഇലല്ലാഹി യബ്നലക റമീനൽ ലതായിബി. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ വസീല നിങ്ങളാ. മൂസാ നബിക്ക് രക്ഷയുടെ കവാടം നിങ്ങളാ. പ്രവാചകന്മാർ മുഴുവനും നിങ്ങളെയാ പഠിച്ചത്. മാത്രമല്ല, ഞാൻ അർത്ഥം പറയുന്നില്ല. ഫകുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ സവാദി ബിനിഖാരിബി. ഈ പാവപ്പെട്ട സവാദിന് നാളെ ആഖിറത്തിൽ തങ്ങൾ രക്ഷപ്പെടുത്തുമല്ലോ, തങ്ങൾ കൈപിടിക്കുമല്ലോ, തങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യുമല്ലോ, തങ്ങൾ എന്നെ ഒന്ന് നോക്കുമല്ലോ. ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞതുപോലെ ഇല്ലം തകുൻ ഫീമാ ദി ആഖിദൻ ബിയദി ഫളലം ഫഇല്ല ഫകുൽ യാ സല്ലത്തൽ ഖദമി. തങ്ങൾ എന്റെ കൈയൊന്ന് പിടിച്ചില്ലെങ്കിൽ, തങ്ങൾ എന്നെ ഒന്ന് പരിഗണിച്ചില്ലെങ്കിൽ, തങ്ങൾ എന്നെ ഒന്ന് നോക്കിയില്ലെങ്കിൽ, ഞാൻ എന്നോട് തന്നെ പറയും യാ സല്ലത്തൽ ഖദമി, എന്റെ പാദങ്കാല് വഴുതിപ്പോയല്ലോ, ഞാൻ നരകത്തിലേക്ക് വഴുതി വീണല്ലോ എന്ന് പറയേണ്ടി വരുമല്ലോ. ഉമർ കേട്ടതാണ് ഈ പാട്ട്, ഉമർ പാടിപ്പിച്ചതാണ് ഈ പാട്ട്, സ്വഹാബത്ത് പാടിയതാണ് ഈ പാട്ട്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പാടാൻ, ഹബീബിനെ പറ്റി പറയാൻ, ഹബീബിനെ പറ്റി കേൾക്കാൻ, ഹബീബിനെ പറ്റി പഠിക്കാൻ, ഹബീബിനെ പറ്റി ചിന്തിക്കാൻ, ഹബീബിനെ ഉൾക്കൊള്ളാൻ ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ റബീഉ മാസം പാടട്ടെ, നിങ്ങളുടെ വീടുകളിൽ പാടട്ടെ, കുട്ടികൾ പാടട്ടെ, മുതിർന്നവർ പാടട്ടെ, അറിയാത്തവർ കേൾക്കട്ടെ, അത് സംഘടിപ്പിക്കട്ടെ. വായിക്കുന്നവർ വായിക്കട്ടെ, പറയുന്നവർ പറയട്ടെ, പറഞ്ഞതെന്നെ പറയട്ടെ, പാടിയതെന്നെ പാടട്ടെ. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. അൻത ഹയ്യും ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൽ തങ്ങളെന്നും ജീവിച്ചിരിക്കട്ടെ. അതാണ് ഈമാനിന്റെ ഭാഗം, അതാണ് ഈമാന്, അതാണ് ഇസ്ലാം, അതാണ് രക്ഷ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ റബീഉൽ അവ്വൽ മാസം, നമ്മുടെ മീലാദ്, നമ്മുടെ സർവകാര്യങ്ങളും വരുന്ന ആസൂത്രണം ചെയ്തിട്ടുള്ള എല്ലാ പദ്ധതികളും ഹബീബ് കാണുന്ന, അറിയുന്ന, കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന, പരിഗണിക്കുന്ന ഇബാദത്തുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ, തങ്ങളെ സ്നേഹിക്കുമാറാവട്ടെ, അവിടുത്തെ പൊരുത്തം കിട്ടുമാറാവട്ടെ. നാം ഇതുവരെ പറഞ്ഞതും അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയതും നമ്മൾ കേട്ടതും അതിന് ചെലവഴിച്ചതും അതിനുവേണ്ടി സംഘടിച്ചതുമെല്ലാം, അതിന് ആരൊക്കെ മുത്തുനബിയെ പറ്റി ഒരു വാക്ക് പറയാൻ ഏതെല്ലാം വിധത്തിൽ സഹകരിച്ചിട്ടുണ്ട്, ഏതെല്ലാം വിധത്തിൽ
ജീവിതത്തിൽ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അതിനാരൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ട്, അല്ലാഹു തആല അവർക്ക് മുഴുവനും ഹബീബിന്റെ ശഫാഅത്ത് കൊടുത്ത് ഹബീബിന്റെ മദദ് കൊടുത്ത് നമ്മളെയും അവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അർഹം ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ ആതിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അഇസ്സ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ സല്ലിം ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ ബാരിക് ഫി ഉമ്മത്തി മുഹമ്മദിൻ വശ്റുനാ ഫി സുംറത്തി മുഹമ്മദിൻ ബിഹഖി മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വഅസ്ഹാബി മുഹമ്മദിൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.